എന്റെ നമ്പർ ഒന്ന് ഉണ്ട് തരണം. എന്താ വെച്ചാൽ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. കുഴപ്പമില്ല, ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങാണ് കേട്ടോ. അപ്പൊ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് 10 ബോർഡ് വെച്ചാണ് യാത്ര. പല കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കോയമ്പത്തൂരിൽ നിന്നും അതുപോലെ പാലക്കാട് നിന്നും അത് പല ഭാഗത്തും ഇതോ അതിനാർജമുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നമുക്ക് ആ വാളയാറിന്റെ അപ്പുറത്തുണ്ടോന്ന് നോക്കാം. മരുന്നിനേലും ഒരെണ്ണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുവനും വരണം, മരുന്നിനെങ്കിലും ഒരുവനേലും വരണം. എന്നാൽ മുടിയാതെ അതാണ് അതിന്റെ ക്യാപ്ഷൻ. ഉന്നാൽ മുടിയാതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ മുടിച്ച് കാട്ടിട്ടെ തമ്പി, മുടിച്ച് കാട്ടിട്ടെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമായിരുന്നു. അപ്പൊ എന്തായാലും കൊള്ളാം. എങ്ങനെയുണ്ടോ പറയും. സൂപ്പർ. നിങ്ങൾ അറിഞ്ഞു കേട്ട് വന്നതല്ലേ? ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്ന കാര്യമാണ്. ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ നേരെയാക്കാൻ വേണ്ടി ഒരു ശരിയല്ലേ, നേരെയാക്കി പുതുതലമുറയ്ക്ക് നന്നായിട്ട് കാര്യങ്ങൾ ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ വളരെ സന്തോഷമായി ഇപ്പൊ യാത്ര തുടങ്ങുകയാണ്. ഇവരെല്ലാം വന്ന് മെമ്പറിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? വരും തലമുറയ്ക്ക്, കാരണം പുള്ളി വരുന്നൊരു ക്യാപ്ഷൻ ഭയങ്കര ടച്ച് ചെയ്തു. കാരണം ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു എന്നെ പോലെ ആവേശം പാടില്ല, പക്ഷെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കും എന്നുള്ള രീതിയിൽ പുള്ളി ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞായിരുന്നു. ലൈവിനകത്ത് ഞാൻ കണ്ടാണ്. ഒരു പ്രചോദനമാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ലൈവ് വെക്കൊണ്ടിരിക്കുക കേട്ടോ. 3500 പേര് കണ്ടോണ്ടിരിക്കും, കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളുടെ യാത്ര ഫുള്ള് കാണാൻ പോവായിരിക്കും, ലൈവിലൂടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വണ്ടി യാത്ര തിരിക്കാൻ പോവാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വന്ന് ബോർഡ് വെച്ച് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അപ്പൊ കേരളത്തിന്റെയും അതായത് പല ഭാഗത്തുനിന്നും പല ഇടത്തുനിന്നും ആളുകൾ വന്നിട്ടുണ്ട്. വന്നവരൊക്കെ വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. ബസ്സില് സോപ്പ് കൊണ്ടുവന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്താണ് അപ്ഡേഷൻ? ടോക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടല്ല. അപ്പൊ എന്തായാലും അപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയൊരു വ്യവസായം കൊണ്ട് ഒരാൾ വന്നാൽ ആളെ എങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇന്നലെ ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണ്. കാരണം മറുപടി എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം പോലും കേരളത്തിൽ ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഒരു സമ്പ്രദായമാണ്. കുട്ടി നേതാക്കളെ വരെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെ ഒരാളെ പിഴിയാം, എങ്ങനെ ഒരാളെ നശിപ്പിക്കാം എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനൊക്കെ അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ്. കറപ്റ്റഡായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ, കള്ളത്തരം കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ ശക്തമായിട്ട് പൊതുജനങ്ങൾക്ക് പ്രചോദനമായി മാറണം എന്നാണ് റോബിൻ ചേട്ടൻ, അതായത് ഗിരീഷ് ചേട്ടൻ കാണിക്കുന്നത്. ഈ പുള്ളിയിൽ നിന്നൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എന്തെങ്കിലും പറയണ്ടോ? പറയൂ. ഉള്ളിൽ തട്ടി വേണം പറയേണ്ടത്, എല്ലാരും കേൾക്കണം. എന്തായാലും ഇദ്ദേഹത്തിന്റെ ധീരതയും അതിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. അത് തന്നെ അത്ര മാത്രമേ പറയാവുള്ളൂ. ഓക്കെ, സന്തോഷം. അപ്പൊ എന്തായാലും പറയൂ. ഭരണകൂട ഭീകരതയുടെ പേരിൽ ഒട്ടനവധി ആത്മഹത്യകൾ നമ്മളുടെ ഇടയിൽ നടന്നു, ഒട്ടനവധി സമരങ്ങൾ നമ്മളുടെ ഇടയിൽ നടന്നു. അതെല്ലാം ഒറ്റപ്പെട്ടതായിട്ട് മാറി. ഇതുപോലെയുള്ള ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഈ ഗിരീഷ് ഏട്ടൻ ഇന്ന് ജീവനോടെ ഇരിക്കുകയും നമ്മളുടെ മലയാളികളുടെ ഒറ്റക്കെട്ടായ പിന്തുണയും സത്യം എന്താണെന്ന് ഇവിടുത്തെ കോയമ്പത്തൂർ ആർടിഒക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ജീവനോടെ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ഭരണകൂട ഭീകരതയുടെയും ഈ ഒറ്റപ്പെടലിന്റെയും ഈ സർക്കാരിന്റെയും ഒക്കെ കൂട്ടായ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് എത്രയോ പേര്, ആന്തൂർ സാജൻ അടക്കമുള്ള എത്രയോ പേര് ആത്മഹത്യ ചെയ്തു. ഇത് മലയാളിയുടെ കൂട്ടായ്മയാണ്. ഇനി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിനി ചിന്തിക്കണം. ഒറ്റക്കെട്ടായി ഈ നെറികേടുകൾക്കെതിരെ പോരാടാനായിട്ട് ഒരേ മനസ്സായി മലയാളികൾ മുന്നോട്ട് വരണം. ഈ വിജയം ഗിരീഷ് ഏട്ടന്റെ മാത്രം വിജയമല്ല. നാളെ കേരളത്തില് മണ്ണില് ഒരു വ്യവസായം തുടങ്ങാനായിട്ട്, ഒരു സംരംഭം തുടങ്ങാനായിട്ട് ചങ്കുറ്റത്തോടുകൂടി മലയാളികൾ വരണമെങ്കിൽ ഇത്തരം പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് ഇത് മലയാളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമായിട്ട് മാത്രം കാണുക. 34 വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശമെന്ന സിനിമ എഴുതിയ നമുക്ക് മുമ്പായി അവതരിപ്പിച്ച ശ്രീമാൻ ശ്രീനിവാസന്റെ കഥ ഇപ്പോഴും 34 വർഷം കഴിഞ്ഞിട്ടും മലയാളം തുടരുകയാണ്.
ആ കഥ തിരുത്തി എഴുതാൻ ഇന്നിതാ മലയാളികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു സന്ദേശമാണ് ഇന്ന് കോയമ്പത്തൂരിൽ നിന്നും എനിക്ക് മലയാളത്തിന്റെ എന്റെ പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ചേട്ടന്റെ സന്തോഷം ചേട്ടൻ പ്രകടിപ്പിച്ചു. അപ്പൊ എന്തായാലും എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു കൂട്ടം നല്ലവരായിട്ടുള്ള പഠിച്ച് വളർന്ന് നല്ല നിലയിൽ എത്തേണ്ട ഒരു കൂട്ടം തലമുറയെ നശിപ്പിക്കുന്ന ഇതുപോലെ ദുശക്തികൾ, ഏത് രീതിയിലും നശിപ്പിക്കുന്ന ഒരു ദുശക്തികൾ നമ്മുടെ നാടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേക്കണം. റോബിൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പോലെ, മില്ലുകാരൻ ഉയർത്തെഴുന്നേറ്റ് പോലെ, റോബിൻ ഗിരീഷ് ഉയർത്തെഴുന്നേറ്റ് പോലെ ജനങ്ങൾ ഉയർത്തെഴുന്നേക്കണം. മനസ്സുള്ളവർ കട്ട സപ്പോർട്ട് തരിക. പിന്നെ പറയുന്നത് കേട്ടു സോഷ്യൽ മീഡിയ വഴി ഇത് ചെയ്യുന്നവർക്കൊക്കെ എതിരെ കേസെടുക്കുമെന്ന്. എടുക്കണം മിസ്റ്റർ, നിങ്ങൾ എടുത്ത് നിങ്ങൾ നശിപ്പിക്കണം. നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ കാശിന്റെ പുറത്ത് നിങ്ങളുടെ കാശിന്റെ പുറത്ത് മിണ്ടുന്ന വാലാട്ടിപ്പട്ടികളല്ല സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന പാവം പിടിച്ച ഓരോ ചാനലുകാരും. അവർ വന്നുകൊണ്ട് മാത്രമാണ് ഇന്നൊരു കാര്യം ചിന്തിക്കണം. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ മൊത്തം പുറത്തു വന്നത്, ശരിയല്ലേ? അല്ലെങ്കിൽ വാലാട്ടി നിൽക്കുന്ന ചാനലുകാരൊന്നും പറയത്തില്ല അല്ലേ? ശരിയല്ലേ? സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇന്ന് പുറത്തു വന്ന കാര്യങ്ങൾ. എല്ലാ കാര്യം അതുപോലെ ലൈവ് അപ്ഡേറ്റ് വിടുന്നത്. എന്തുവായാലും മാർക്ക് സുക്കംബറിന് ഒരു ലൈക്ക് കൊടുക്കണം ഫേസ്ബുക്കുകാരന്. കാര്യം ഗിരീഷിന്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന്, എന്നെ പോലുള്ള പാവം പിടിച്ചവരുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന്. ഞാനൊക്കെ വേട്ടയാടി വ്യക്തിയാ. എന്നെ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റുകാർ ഇടിച്ചിട്ട് കേസെടുക്കാൻ ചെന്നപ്പോൾ സാറുമാർ പറഞ്ഞു, ചാനലുകാർ എന്റെ കൂടെ നിന്നവരോടെല്ലാം വിളിച്ചു പറഞ്ഞു, മില്ലുകാരൻ ഇതാ മറ്റേതാ മാന. കാരണം എന്നെ എങ്ങനെയും താഴ്ത്തി കെട്ടിയിട്ട് അവർക്ക് അവരുടെ കള്ളത്തരങ്ങൾ പുറത്തു വരരുത്. ഫോറസ്റ്റുകാരുടെ കള്ളത്തരമൊന്നും പുറത്തു വരരുത്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഈ ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പോരാടണം, ഇറങ്ങണം നടു റോഡിലേക്ക്. ഇത് തെറ്റായ ഒരു നടപടിയാണ്. എന്നെയൊക്കെ അതുപോലെ ദ്രോഹിച്ചു. നമ്മൾ ഓരോരുത്തരെയും അതുപോലെ ദ്രോഹിച്ചു. ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെ എന്ത് എപ്പോൾ എന്ന് ഒന്ന് ചോദിക്കാൻ പോലും മിണ്ടാൻ കൈപൊക്കുന്ന ഓരോ വ്യക്തികളെയും ഇല്ലായ്മ ചെയ്യുന്ന ഓരോ ഇതുപോലുള്ള സാമൂഹ്യ ദ്രോഹികളെ നമ്മൾ വേണം ഇനി നിയമം കൊണ്ട്, കോടതി എന്ന ബഹുമാനപ്പെട്ട കോടതി എന്ന ആ നിയമം കൊണ്ട് നേരിടാൻ വേണ്ടി ഇറങ്ങണം ഓരോരുത്തരും, ഓരോ ജനതയും. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നോക്കുകുത്തികളെ പോലെ എല്ലാത്തിനെയും പേടിച്ച് ഭയപ്പെടുത്തുന്ന എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളത്തരമായ വാക്കുകൾ നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന നിഗൂഢ ശക്തികൾക്കെതിരെ ശക്തമായിട്ട് പോരാടി മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. എന്തുവാലും ഉന്നെക്കൊണ്ട് മുടിയാതെ എന്നെക്കൊണ്ട് മുടിയും തമ്മിൽ കാട്ടിക്കൊടുത്തിരിക്കുക എന്ന് ആ ഒരു ക്യാപ്ഷൻ വീണ്ടും പറയാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഈ അടുത്ത യാത്ര ഇപ്പോൾ പലരും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ അതായത് നമ്മുടെ ഗിരീഷേട്ടന് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ എല്ലാവരും ജനങ്ങളെല്ലാം മനസ്സിന്റെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം കൊടുത്തു. ഇന്നലെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് എന്തെല്ലാം പറഞ്ഞു. ഇതിൽ കൂടുതൽ ഇനിയും കുറച്ച് ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ വിഷമം തോന്നുവാണ്. കാരണം വിഷമം മനസ്സിന് ഓരോടത്തും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഓരോ ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലായിടത്തും ഈ PSC എന്ന് പറയുന്ന ഒരു ആയുധം, PSC എഴുതി പാസ്സായി ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു പ്രസ്ഥാനം കാരണമാണ് ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട്. ഏതെങ്കിലും ഓഫീസിലൊന്ന് നിങ്ങൾക്ക് പറയാമോ? ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളെ ഏതെല്ലാം രീതി ബുദ്ധിമുട്ടിക്കാവോ അതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കി ഓരോരുത്തരും മുന്നോട്ട്, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ ഉടനെ വിവരാവകാശം വെക്കുക. എന്നിട്ട് അവർ ക്ലിയർ ആയിട്ട് സാധനം തന്നില്ലെങ്കിൽ അടുത്ത നേരെ കോടതിയിൽ പോവുക, നല്ലൊരു വക്കീലിനെ കാണുക. നമുക്ക് വക്കീലിനെ കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് ഇറങ്ങണം. ഓരോ സ്റ്റെപ്പ് ഗിരീഷേട്ടൻ ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വെച്ച കാലം പുറകോട്ടെടുക്കാതെ മുന്നോട്ട് ചവിട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും വണ്ടി വിടാനുള്ള ഒരു ഇതിലാണ് ഓരോരുത്തർ വന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ നമുക്ക് ഒരുമിച്ച് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനി വരുന്ന എന്താച്ചാലും വന്നോട്ടെ, കുഴപ്പമില്ല. എന്തുവായാലും ജീവിതം പകുതി തീർന്നതാണ്. സന്തോഷത്തോടുകൂടി എന്തായാലും യാത്ര ചെയ്യാൻ പോവാണ്. പറയാനൊക്കത്തില്ല ഇതിൽ എന്തെങ്കിലും ഇവന്മാർ വരുത്തി വെക്കുമെന്ന്. കാരണം മൊത്തം കള്ളത്തരവും കറപ്ഷനും അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാം നടക്കട്ടെ, സന്തോഷപൂരിതമായിട്ടെല്ലാം നടക്കട്ടെ. അപ്പോൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് ഓരോരുത്തർ ഫോൺ വിളിച്ച് ഓരോരോ വാർത്ത കേൾക്കുന്നതും ഷെയർ ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഒരു അടിപൊളി മുഹൂർത്തത്തിൽ. നമുക്ക് ഇനിയും എന്ത് വന്നാലും നേരിടുക. ഒരു ഓഫീസറെ വിളിച്ചപ്പോൾ ഓഫീസറോട് കാര്യം പറഞ്ഞപ്പോൾ ഓഫീസർ പറഞ്ഞത് പ്രശ്നങ്ങൾ വരട്ടെ, വന്നാൽ ഞങ്ങൾ നേരിടുമെന്ന് എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരട്ടെ, ഞങ്ങൾ നേരിടും. ഞങ്ങൾ ജനങ്ങൾ നേരിടും. ഒന്നേ നിങ്ങൾ ഞങ്ങളെ കൊല്ലട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ
അപ്പോൾ നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ഇത്രയും പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഇനി വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോൾ കാണാം. ഗുഡ് ബൈ മില്ലുകാരൻ.